ഇസ്ലാമിൻ്റെ അത്ഭുതകരമായ വളർച്ചയിൽ ഏറ്റവും അധികം ദുഃഖം വന്ന, അമർഷം പ്രകടിപ്പിച്ച ഒരു വിഭാഗമാണ് യഹൂദികൾ. പ്രത്യക്ഷത്തിൽ ഇസ്ലാമിനെ തകർക്കാൻ തങ്ങളുടെ ഗൂഢതന്ത്രങ്ങളൊന്നും ഫലിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ ഈ യഹൂദികൾ എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ തകർക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കാൻ കച്ചകെട്ടിറങ്ങിയ വ്യക്തിയാണ് അബ്ദുല്ലാഹ് ഇബ്നു സബ. മുസ്ലിങ്ങൾക്കിടയിൽ ചില ഊഹാപോഹങ്ങളും സംശയങ്ങളും ഊതിയുറപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തെയും അതിൻ്റെ സാഹോദര്യത്തെയും ഒക്കെ ശിഥിലീകരിക്കാൻ വേണ്ടി കാര്യമായ ഗൂഢാലോചനകൾ നടത്തിയ ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹ് ഇബ്നു സബ. അലി റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകൻ്റെ ശേഷം ഇസ്ലാമിക ഭരണ നേതൃത്വത്തിന് അവകാശിയെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്തതും വസിയത്തായി നിർദ്ദേശിച്ച നമ്മുടെ ഇമാം അത് അലി റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ്റെ വ്യക്തമായ നിർദ്ദേശം നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അധമ മാർഗത്തിലൂടെ അധികാരം കൈയടക്കി വച്ചിരിക്കുകയാണ് ഈ ആളുകൾ. ഇതിനേക്കാൾ വലിയ അതിക്രമകാരികൾ ഈ ഭൂമിയുടെ പരപ്പിൽ വേറെ ആരാണുള്ളത്? അതുകൊണ്ട് ഇസ്ലാമിക ഭരണത്തിൻ്റെ ഖിലാഫത്ത് അത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെ ഓരോ മുസ്ലിമും അടങ്ങിയിരിക്കരുത് എന്ന് ഈ അബ്ദുല്ലാഹ് ഇബ്നു സബ വാദിച്ചു. ഈ ഒരു വാദം ഇസ്ലാമിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഇസ്ലാമിക പ്രമാണങ്ങളുമായി അധികം ബന്ധപ്പെടാൻ പരിശ്രമം നടത്താത്ത, പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചില മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ അബ്ദുല്ലാഹ് ഇബ്നു സബയിൻ്റെ ഈ ഒരു പൈശാചിക ദുർബോധനം അത് സ്ഥാനം പിടിച്ചു. ഇതൊക്കെ സത്യമാണ് എന്ന് ധരിച്ച് ചില ആളുകൾ അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തു.